ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഓഫീസിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾ ചേർന്ന് അവരുടെ ഒരു കൂട്ടുകാരന് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. ചേട്ടാ, നമുക്ക് ഇന്ന് തന്നെ പോയിട്ട് എന്തെങ്കിലും താലിയെന്ന് വെച്ചാൽ താലി കെട്ടണം, മാല ഇടണം. ഒരുമിച്ച് ജീവിക്കാനുള്ള ഒളിച്ചോട്ടത്തിൽ ഇവർക്കൊന്നും പ്രശ്നമല്ലായിരുന്നു. കുറച്ച് പ്രശ്നമാണ്. ഞാൻ ഇപ്പോൾ എവിടെയുള്ളത്? എവിടെ ഞാൻ ഇപ്പോൾ വരാം. പുറത്തൊക്കെ പോവാറുണ്ടോ കറങ്ങാൻ? അടുത്തല്ലേ മറൈൻ ഡ്രൈവ് ഒക്കെ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ സഹായിക്കാനെത്തിയ സുഹൃത്തിന് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഞാൻ ചേട്ടന്റെ കൂടെ വരട്ടെ? ഒരു ഒളിച്ചോട്ട കഥയുടെ കഥന കഥ. ഇതിപ്പോൾ ഒന്നാ ചെയ്യാനുള്ളൂ. നാട്ടുകാരെല്ലാവരും പറഞ്ഞു ഇവനെ കൊണ്ട് വീട്ടിൽ പോവാം. എന്നാ ഹലോ ഹലോ ജതിൻ, ആർക്കാണ് നിങ്ങളുടെ ഏത് കൊളീഗനാണ് നിങ്ങൾ? ഓഫീസിലുള്ള മുനീർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, എൻ്റെ കൊളീഗാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ശരി, അവനാണ് പണി കൊടുക്കുന്നത്. ശരി. മുനീറിനെ സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇദ്ദേഹത്തിന് വേണ്ടി ഒരു പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആർട്ടിസ്റ്റാണ്. അപ്പോൾ നാട് വിട്ട് ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സഹായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുനീറിനെ വിളിക്കുന്നു. ഇദ്ദേഹം മുനീറിനെ വിളിക്കുന്നു. മുനീർ ഈ സ്ഥലത്തേക്ക് വരുന്നു. അവിടേക്ക് ഇദ്ദേഹത്തിൻ്റെ ബ്രദറായ നമ്മുടെ ഈ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. തുടർന്ന് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് കല്യാണം കഴിക്കാനുള്ള മാലയും സംഭവങ്ങളും ഒക്കെ റെഡിയാണ്. നമുക്ക് കല്യാണം കഴിക്കണം. ശരി, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. എൻ്റെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആര്യം. കംപ്ലീറ്റ് സീനാണ് മച്ചാണ്. നെയ്യാനെ വിളിക്കേണ്ടി വരുമോ? ഇവിടെ ഇപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. എനിക്ക് വീട്ടിലേക്ക് ഇനി പോകാനൊന്നും പറ്റില്ല. അല്ല, ഞാൻ അവളെ കൊണ്ട് നാട്ടിൽ വിട്ടാലോ എന്നറിയാം. എനിക്കൊരു ഐഡിയ ഇഷ്ടമാണ്. അവളെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇപ്പം ജസ്റ്റ് ഇറക്കി കൊണ്ടുവന്നതാണ്. അവളെ വേറെ സീനാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നാമത് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഇവിടെ ഒരു കസിൻ ഉണ്ടെന്ന്. ആ ചങ്ങായി ഏകദേശം അവിടെ അറിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചേട്ടാ, നമുക്ക് ഇന്ന് തന്നെ പോയിട്ട് എന്തെങ്കിലും താലിയെന്ന് വെച്ചാൽ താലി കെട്ടണം, മാല ഇടണം. ലേറ്റ് ആയിട്ടല്ലേ? ഞാൻ എന്ത് ചെയ്യാൻ? ഇതിപ്പോൾ എൻ്റെ തെറ്റ് പോലെയാണല്ലോ പറയുന്നത്. വൈകുന്നേരത്തിന് ഉച്ചയ്ക്ക് മുന്നേ വരാൻ പറഞ്ഞല്ലോ ഞാൻ. ട്രെയിൻ ലേറ്റായി ഞാൻ എന്ത് ചെയ്യാനാ? സീരിയസ്നെസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്തെങ്കിലും? നിങ്ങൾക്ക് ഏട്ടന്മാരും മണ്ടന്മാരും എല്ലാം കൂടി കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത് വേറെ സീനാണ്. ആദ്യം നിങ്ങളുടെ ഞാൻ പറഞ്ഞതാണ് എല്ലാം നോക്കിയിട്ട് വന്നാൽ മതിയാണ്. നീ എന്തിനാ ഇത്രയും നേരം ചാടി ഇറങ്ങി പുറപ്പെട്ട്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം അത് പറ. അവിടെ എനിക്ക് വേറെ വീട്ടിൽ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞില്ല 2 മാസം അറിയാണ്ട് വെറുതെ സംസാരിക്കരുത്. ഇവിടെ കുറച്ച് ദിവസം കൂടി നിൽക്കാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഞാൻ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഫ്രണ്ടിനെ. എന്നെ ഒഴിവാക്കുന്ന രീതിയിലാണ് സംസാരിക്കാറാണ്. തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സീരിയസ്, നിനക്ക് കാര്യത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി. വിവരമില്ലാതെ അവിടെ ചാടി കൂടി പുറപ്പെട്ട് ഒറ്റയ്ക്ക് എന്ത് ധൈര്യത്തിലാണ് നീ? പറഞ്ഞില്ല, വിവരമില്ലാണ്ടല്ല. അവിടെ വീട്ടിൽ കല്യാണം അല്ല ഒരിക്കൽ എനിക്ക്. ഞാൻ പിന്നെ എങ്ങനെ അവിടെ നിൽക്കും? അപ്പൊ ഞാൻ വേറെ ആളുടെ കൂടെ കെട്ടിപ്പോയിക്കോട്ടെ എന്നല്ലേ? അപ്പൊ ഇത്ര നാൾ നമ്മൾ സ്നേഹിച്ചതൊക്കെ വെറുതെ. ഞാൻ വെറും മന്ദബുദ്ധി. പറയണ്ട, നിങ്ങൾ ഈ ആണുങ്ങളൊക്കെ ഇതുപോലെ തന്നെയാ. ഹലോ, കുറച്ച് പ്രശ്നമാണ്. ഞാൻ ഇപ്പോൾ എവിടെയുള്ളത്? ആയിക്കോട്ടെ, ഞാൻ എന്നാലും ഇപ്പം അങ്ങോട്ട് വരാം. വാക്ക് മാറ്റുക കണ്ടോ? എടാ, ഞാൻ വാക്ക് മാറ്റുന്നില്ല. നീ അത് കാര്യം ഒന്ന് മനസ്സിലാക്കി. ഒന്നാമത് നിനക്ക് നിന്റെ ഫാമിലിനെ പറ്റി നല്ല അറിയാലോ.
അത് അറിഞ്ഞോണ്ട് തന്നെയല്ലേ എന്നെ സ്നേഹിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ മണ്ടത്തരം കാണിക്കണം എന്നല്ല പറഞ്ഞേ. എടാ ഞാൻ ജസ്റ്റ് ഒരു പുള്ളിനെ കൂട്ടി തരാം. പുള്ളി ഇവിടെ തിരുണ്ട് മറ്റേ ഡ്രീംസിൻ്റെ ഹോട്ടലിന് മുന്നിൽ അവിടെ നിൽക്കുന്നുണ്ട് വഴി അറിയാതെ. നീ ഇവിടെ നിൽക്കുന്നു. എടാ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോകാൻ പറ്റടാ. അവിടെ ഇപ്പോൾ നിന്നെ വിളിച്ചു. അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കില്ലായിരുന്നു. ഞാൻ നേരെ വെളിയും കൊണ്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു ഇവിടുന്ന്. ഒന്ന് നിൽക്കടിയാ പ്ലീസ്. ഞാൻ വരാം വരാം. വെറുതെ ഞാൻ അതിൻ്റെ മുകളിൽ ഇതാക്കാം. പറയുന്നല്ലോ വരാന്ന് പറഞ്ഞില്ലേ. ഇത് എന്നത്തെയും പോലെയല്ല. അളിയാ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ. അളിയാ ഞങ്ങൾക്ക് സൈക്കിൾ എടുക്കുന്നുണ്ടേ. സൈക്കിൾ എടുക്കണ്ടേ? എടോ ഞാൻ ഇപ്പോൾ വരാം. ചേട്ടൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? മുനീറോ? എന്താ ചെയ്യണേ? വർക്കിംഗ്. ചേട്ടൻ മുസ്ലിം ആണോ? ഇപ്പൊ വരുമായിരിക്കും അല്ലേ? പുള്ളിക്കാരൻ പറ്റിക്കോ ഇനി? എനിക്ക് അതാ പേടി. എന്നും ഒരേ ഫോട്ടോസ് അയച്ചു തരും വാട്സാപ്പില്. കണ്ടതിന് വാൾപേപ്പർ തന്നെ ഇപ്പൊ ജിതിന്റെ ഫോട്ടോയാ. ചേട്ടന് എന്തിനാ ടെൻഷൻ അടിക്കണേ? എനിക്ക് രാവിലെയൊക്കെ ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഞാൻ ഒപ്പിച്ച് വന്നു. എങ്ങനെയെങ്കിലും ഒന്ന് തന്നെ നടത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് വീട്ടിലേക്ക് പോകാനും പറ്റില്ലേ, തിരിച്ചു പോകാനും പറ്റില്ല. ചേട്ടൻ ഇതൊന്ന് സംസാരിക്കാണ്ടിരിക്കണേ. ചേട്ടാ സൈക്കിളിലാണോ വന്നേ? അത് സൈക്കിളിൽ വന്നപ്പോ ബൈക്കൊന്നും ഇല്ലേ? എന്താ ബൈക്കൊക്കെ എടുത്തുകൂടാ അപ്പോ? പെൺകുട്ടി അങ്ങോട്ടും ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ആരെങ്കിലും കണ്ടാലും എന്ത് വിചാരിക്കും? അതാണ് എനിക്കും ടെൻഷൻ. ഫോൺ എടുക്കണ്ട ചേട്ടാ, എടുക്കണ്ട. ഷോ എന്താ പറഞ്ഞേ? അതെ ചേട്ടനോട് പുറത്തൊക്കെ പോകാറുണ്ടോ? പുറത്തൊക്കെ പോകാറുണ്ടോ കറങ്ങാൻ? അതെ എപ്പോഴും പോവോ? ഇവിടെ അടുത്താണല്ലേ മറൈൻ ഡ്രൈവൊക്കെ. അവിടെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ചിത്തിനോട് പറഞ്ഞിരുന്നു വിളിക്കുമ്പോൾ എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ. ഹലോ ഹലോ ആ പറ. എന്താ പ്രശ്നം? ആ അപ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? എനിക്ക് പറ്റില്ല. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. വേണ്ട ഒന്നും പറയണ്ട. ഹലോ 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 കട്ട് ചെയ്തോ അവൻ ഫോൺ. എന്നോട് പറയാം ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എങ്ങാനും പോവാൻ. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? കട്ട് ചെയ്ത് കളഞ്ഞു. ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചേട്ടാ കിട്ടണില്ല, കോൾ വെയിറ്റിംഗാ. ചേട്ടാ ഇവിടെ വന്നിരിക്കും ചേട്ടാ, എനിക്ക് പേടിയാവാ. ആരില്ലാത്ത സ്ഥലം. അയ്യോ ഇപ്പം ഞാൻ എന്താ ചെയ്യാ? എന്നെ ശരിക്കും പറ്റിച്ചതാ. ശരിക്കും പറ്റിച്ചതാ. ചേട്ടാ ഞാൻ ചേട്ടൻ്റെ കൂടെ വരട്ടെ? എനിക്ക് എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. ഒന്ന്
പറ്റില്ല ചേട്ടാ. ചേട്ടാ പറയണ പോലെയല്ല. വീട്ടിലിപ്പോ എന്റെ ചേട്ടന്മാർ അറിഞ്ഞിട്ടുണ്ടാവും ഒക്കെ. മാറി കിടിയ അവിടെ മാറിക്കതിനോട് അവിടെ കയറി അവിടെ കയറി നിൽക്കാൻ. ഞാനൊന്നും അല്ലാന്നോ? നിനക്ക് എന്തിന്റെ കുറവായിരുന്നു ഈ വീട്ടില്? മാറിക്ക തിരിച്ചിട്ട് മാറി നമ്മുടെ ഇവിടെ മാറി. നിനക്ക് എന്തിന്റെ കുറവായിരുന്നു വീട്ടില്? ഹലോ, ആ കിട്ടിയിട്ടുണ്ട്. ആ ഞാനല്ല മാറിന്നടാ. ഞങ്ങള് ഫ്രണ്ടെന്നാ. നിനക്ക് എന്തിന്റെ കുറവായിരുന്നു എന്റെ വീട്ടില്? അച്ഛനും ഇളയപ്പന്മാരും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ഒളിച്ചോടി പോന്നേക്കണം. നീ അല്ല ഫ്രണ്ടാന്നാ? എന്നാ ഫ്രണ്ടിനെ വിളി. നീ വിളിക്കുന്നേ ഫ്രണ്ടാണോ? ഫോൺ എടുക്കണില്ലേ? പറയാൻ കൊടു. ഇവനല്ലേ? എന്താ നിന്റെ പേരെന്താ? മുനീർ. നിനക്ക് എന്നാ പണി? ഗ്രാഫിക് ഡിസൈനർ. എവിടെ? ഉറക്കപ്പറ. ആനമ്പള്ളി. ഇതിന് വേണ്ടിട്ടുണ്ട് നിന്റെ പിന്നെ മോന്തണ്ടല്ലോ, മണ്ടൻ ലുക്കുണ്ടല്ലോ. ഇതിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ. നാട്ടുകാരെല്ലാരും അറിഞ്ഞു. ഇവനെ കൊണ്ട് വീട്ടിൽ പോവാ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നിനക്ക് പിന്നെ ഇഷ്ടമാണോ? ആരെയും നിന്നോട് ചോദിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇവനല്ല നിന്റെ കൂടെ ഒളിച്ചോടിയത്? ഞാൻ പിന്നെ പെട്ടു. നീ ഇവിടെ കല്യാണം കഴിക്കും? കഴിക്കില്ലാന്നോ? ഇവിടെ മാറാ. അവനെ പിടിച്ചേ. അവന് എവിടെ നിന്റെ ബാഗും? മേത്തോണ്ട. നിനക്ക് ഇഷ്ടമാണോ? അല്ലേ? ഇഷ്ടമല്ലേ നിനക്കോ? നീ കല്യാണം കഴിക്കും? നീ ഇവിടെ കല്യാണം കഴിക്കും? ഇതെന്താ നീ പറയണത്? നീ എന്റെ പെങ്ങളെ വിളിച്ചറിയിക്കണോ? ഞാൻ വിളിച്ചൊന്നും എന്റെ നമ്പറുണ്ട്. വിളിച്ച നമ്പറിൽ ഫോൺ പറയരുത്. നമ്പർ നോക്ക്. ഒരു കാര്യം ചെയ്യും, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ പെങ്ങളോട് ചോദിച്ചു നോക്കും ഞാൻ എങ്ങനെ ഇവിടെ വളർത്തിയെന്ന്. ഇവിടെ എല്ലാ കാര്യവും ഞാൻ സഹായിച്ചു കൊടുക്കാറുണ്ട്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ കല്യാണം നടത്തി എൻ്റെ പൊന്നു സ്നേഹിത ഞാൻ പറയണ കല്യാണം നടത്തി തരാം. എനിക്ക് വേറെ വഴിയില്ല എന്നിട്ടാ. പ്ലീസ് ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്. മിണ്ടാതിരി പ്ലീസ്. ഞാൻ പറയണേക്ക്. ഞാനിതെങ്ങനെ സമ്മതിക്കും? എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറ. നിന്റെ കൂടെ ഇറങ്ങിയൊന്നല്ലേ? നീ അല്ല വിളിച്ചോണ്ട് വന്നു. എന്റെ നമ്പർ ഇടൂ നോക്ക് ഫോണിൽ. ഇവനല്ലേ? നീ ഇവിടെ കല്യാണം കഴിക്കേണ്ടി വരും.
എനിക്ക് കുഴപ്പമില്ല സുഹൃത്തെ, ഞാൻ എൻ്റെ പെങ്ങളുടെ ഭാഗത്താണ്. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നാട്ടുകാരും വീട്ടുകാരും അച്ഛനും അമ്മ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനൊന്ന് സുഹൃത്തെ ഫോണിൽ നോക്കി എൻ്റെ നമ്പർ ഉണ്ടോ? ഫോണിൽ നീ എന്ത് നമ്പറായി പറയണത്? പിന്നെ ഞാൻ വിളിച്ചു വരുത്തിന്നല്ല പറയുന്നത്. ഇവിടെ മാറിയുന്നേ ആദ്യമേ, എവിടെ ഓടാൻ ശ്രമിക്കണേ? ആ ആ വേറെ ഓക്കെ വേറെ അവിടെ ഞാൻ പറയണ സുഹൃത്തെ, ഒരു 8-10 ഏക്കർ റബ്ബർ തോട്ടം തന്നെ ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയിലുണ്ട്. എനിക്കതൊന്നും വേണ്ടെങ്കിലും എൻ്റെ കടവന്തറ 3 ഫ്ലാറ്റ് ഉണ്ട്. എല്ലാം നിനക്ക് എഴുതി തരാം. ഇതെങ്ങനെ നടക്കും? എന്താ പേര്? മുനീർ. ഞാൻ വിളിച്ചോണ്ടെങ്കിലല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നത്. പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നു വിട്ടത്? എനിക്ക് പ്രശ്നമില്ലെന്ന്, എനിക്ക് ആരാണെന്ന് പ്രശ്നമില്ല. പറഞ്ഞിട്ട് വന്നല്ലേ. എനിക്ക് എൻ്റെ പെങ്ങളുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതി. എനിക്ക് നീ വന്നത് എങ്ങനെയാ ഇവിടെ വന്ന് വിട്ടെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമല്ലേ ഇവനെ? അല്ലേ? എനിക്ക് സുഹൃത്ത് നോക്ക് ഇരിക്കും, ഞാൻ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് പ്രശ്നമില്ല. നിനക്കെന്താണ് പ്രശ്നം? ഓക്കെ സോറി. എന്റെ ദൈവമേ, ഞാൻ അവനെ വിളിച്ചു. നീ ടെൻഷൻ ആവില്ല, റിലാക്സ് ചെയ്യും. ഇവനാണ് വിളിച്ചത്, ജീവൻ. ഹലോ, ഇതെന്താ? ആ പോടാ അവിടെ അവനത് നീയാണോടാ? ഇവിടെ ഉണ്ട്, നീ ഇവിടെ നിൽക്കട്ടോ. ആ മാല എടുത്ത്, വേറെ ഇവിടെ ഉണ്ട് മാലയും കോപ്പും. അവനെ പിടിച്ചോ. എന്താ ചേട്ടാ മാറിക്കുന്നു? നിന്റെ കൂടെയാണ് പോയി? അല്ല എനിക്കറിയാം. ഇവനെ അറിയില്ലെന്ന് പറഞ്ഞിപ്പോ കല്യാണം കഴിച്ചിട്ടുള്ളൂ നീ. ഓടരുത്. നിന്റെ പേരെന്താ പറഞ്ഞേ? നിന്റെ പേരെന്താ പറഞ്ഞേ? ഒന്ന് കല്യാണം കഴിച്ചൂടെ? നമ്മുടെ കാരണത്തിന് ആ പാട് കിടിച്ചോ. അല്ല കുറെ നേരം ചിരിച്ചോണ്ട് തന്നെ നിന്നല്ലോ. സായിബാബാണ്. എനിക്കിടയ്ക്ക് ഭയങ്കര ഡൗട്ട് വന്നു. കാര്യം ഇനി പിന്നെ മനസ്സിലായോ എന്നുള്ളത്. എന്നിട്ട് ഇടയ്ക്ക് 2 പ്രാവശ്യം ഓടി രക്ഷപ്പെടാൻ പോയി. ആദ്യം നവമരനെ ഒന്ന് പരിചയപ്പെട്ടേക്കാം. പേര് മുനീർ. മുനീർ എഴുത്തുകാരനാണ്, തലശ്ശേരി. ഇവിടെ എന്ത് ചെയ്യുന്നു? ഗ്രാഫിക് ഡിസൈനർ. എവിടെ? അതിനിപ്പോ കയ്യും കാലം മറക്കുന്നത്. ഇവരെല്ലാരും കൂടെ വർക്ക് ചെയ്യുന്നു. എല്ലാരും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരെ. കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഈ ഇദ്ദേഹത്തിന്റെ പെൺകുട്ടിയാണല്ലോ ഇത്, ലവറാണല്ലോ, കൊണ്ട് ഏൽപ്പിച്ചോട്ട് പോയപ്പോ എന്ത് തോന്നി? പക്ഷെ ഇതുവരെ പേടി മാറിയിട്ടില്ല കേട്ടോ. സമാധാനിച്ചോ? ചുമ്മായിരുന്നു. ടേക്ക് ഇറ്റ് ഈസി. അതായിട്ട് അവിടെ ചെന്ന് വീണ്ടും വിളിച്ച് പറയുന്നുണ്ടല്ലോ. എന്താ വിളിച്ചു പറഞ്ഞ്? അപ്പൊ എന്ത് പറഞ്ഞു? അങ്ങനെയാണോ പറഞ്ഞത്? വരാൻ പറ്റത്തില്ല, നീ എങ്ങനെയാന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. അതിപ്പോഴും ഞാൻ പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് മനസ്സിൽ കരുതി. ആദ്യം തന്നെ പിടിച്ചു വെച്ചല്ലേ? കരഞ്ഞു വന്നിട്ട്
ഏത് സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാരൻ. കരയില്ല, പക്ഷെ പേടിച്ച് ആകെ nervous ആയിരുന്നു. പേടി മാറാൻ വേണ്ടി ചിരിക്കുന്ന ആണോ? അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എടുക്കാത്തപ്പോ, എടാ ഇവിടെ പോയി കിടക്കാടാ. അപ്പൊ ഞാൻ അവിടെ പോയി ഇട്ടെടുക്കാം, കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിരുന്നു. അതാണ് അപ്പുറത്തോട്ട് മാറി ടൈപ്പ് ചെയ്തത്. ആളെങ്ങനെ ഓഫീസിൽ? ആള് ഭയങ്കര എന്താ പറയാ, വടിവേലിന്റെ അപ്പുറമാണ്. ചളിയുമ്പോ ചളി അടിക്കാതെ. അതിന്റെ ഒരു സെന്റൻസ്, ഒരു നോർമൽ ആയിട്ടുള്ള സെന്റൻസ് പറഞ്ഞാല് അവൻ അതിന്റെ പുറത്തൊരു ചളിയില്ല, ആ ചളിയുണ്ട്. അതിന്റെ പ്രതികാരം വരുന്നു എല്ലാരും കൂടെ ചേർന്ന്. എല്ലാരും കൂടി ഇട്ട് പണിയെടുത്തു. അപ്പൊ ഇതുപോലെ ഇനി ഒരു കൂട്ടുകാരൻ വിളിച്ചു കഴിഞ്ഞാൽ പോയി സഹായിക്കുമോ അതോ? സഹായിക്കാണ്ട് പറ്റൂലല്ലോ. അപ്പൊ ഇനി ഒരു മറുപടി കൊടുക്കണ്ടേ ആർക്കെങ്കിലും ഒരാൾക്ക്? അപ്പൊ ഇനിയും പോയി പെടും. പെടൂല. ഇനി പെടില്ലേ? ഇനി ഒരു തയ്യാറെടുപ്പിൽ ഓടി രക്ഷപ്പെടാനുള്ള റൂട്ടൊക്കെ കണ്ടുവച്ചിട്ട് സെറ്റ് ചെയ്യുള്ളൂ. മാമനെ വിളിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകരുത്, എനിക്ക് നമ്മൾ ട്രിപ്പിൾ അടിച്ചു പോകുമെന്ന് പറയണം. വന്ന് പെൺകുട്ടി ഒറ്റയ്ക്കല്ലേ നേരിച്ചിട്ട് പാവ കേട്ടോ. വന ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പിടിച്ചു ആള് വളരെ കൂളാണ്, പിടിച്ചു നിന്ന്. പക്ഷെ അവസാനം തോന്നി കേട്ടോ എന്നെ ഇവര് കെട്ടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതിനിടയ്ക്ക് ലാസ്റ്റ് ഡയലോഗ് ഉണ്ടല്ലോ, ജിതിൻ വരുമ്പോഴത്തേക്ക് ഇവനാണെന്ന് പറയുമല്ലോ. അപ്പൊ ജിതിൻ പറഞ്ഞ് എന്താ ഞാനല്ല എന്ന് പറയും. അപ്പോഴും ദേഷ്യം വന്നില്ലേ? അങ്ങനെ ദേഷ്യം എന്താ ഇവലിങ്ങനെ നിൽക്കല്ലേ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട്. അതെന്താന്ന് വെച്ചാൽ ഇവൻ ഏത് പെണ്ണിനെ നോക്കി കഴിഞ്ഞാൽ അവളെ കല്യാണം ഉറപ്പിച്ചോളൂ പെട്ടെന്ന്. അപ്പൊ നിങ്ങളുടെ സൗഹൃദം ഒരുപാട് കാലം ഇതേപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇതേപോലെ അത്രയും വേണ്ട അല്ലേ? ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ടേക്ക് ടീച്ചറുടെ പേരിൽ ആശംസിക്കുന്നു. ഒരു ചെറിയ സമ്മാനം എന്റെ വക. ഞാനെങ്കിലും മാലയിട്ട് തരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കൂടുതൽ സർപ്രൈസുകളുമായി ടേക്ക് ഇറ്റ് ഈസിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം.